വി കെ സനോജ് ഇപ്പോൾ ഷാബു പ്രസാദ് പറയുന്നത് ഒരു സിനിമ വന്നു, അതിനെ വിമർശിക്കേണ്ടേ ആരോഗ്യപരമായി. ആ സിനിമയെ 2 ദിവസം കൊണ്ട്, 2 ദിവസം ആയിട്ടില്ല, ഇന്നലെ ഇറങ്ങി, 2 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ വിമർശനങ്ങൾ തുടങ്ങി. രണ്ടാമത്തെ ഷോ മുതൽ തന്നെ തുടങ്ങി. ആ വിമർശനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ശക്തി കൂടിയപ്പോഴേക്കും ആ സിനിമയിൽ നിന്ന് 17 ഭാഗങ്ങൾ ഇനി അങ്ങ് എടുത്ത് മാറ്റിയേക്കാമെന്ന് തോന്നി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്നാണ്. അതാണോ? അല്ല, ഇവിടെ വിമർശനങ്ങൾക്കൊന്നും ആരും എതിരല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഏത് കലാസൃഷ്ടി വന്നു കഴിഞ്ഞാലും ആ കലാസൃഷ്ടിയെ സംബന്ധിച്ച് വിലയിരുത്തുകയും വിമർശിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുക എന്നൊക്കെ ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. പക്ഷേ ഇവിടെ വിമർശനമാണോ യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഇവിടെ ഒരിക്കലും വിമർശനമല്ല ഉണ്ടായത്. ഇവിടെ വളരെ ശക്തമായിട്ട് ആ സിനിമയെ തകർക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് കേന്ദ്രത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. അപ്പോൾ കേന്ദ്ര ഭരണം ഉപയോഗപ്പെടുത്തിയിട്ട് വലിയ സമ്മർദ്ദമുണ്ടാക്കി 10-17 ഭാഗങ്ങൾ നീക്കം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കൾ നിർബന്ധിക്കപ്പെടുന്ന നിലയുണ്ടായി. അല്ലാതെ ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒഴിവാകുമല്ലോ. ഇതല്ല, അവരുടെ മേലെ ശക്തമായ സമ്മർദ്ദമുണ്ടായി. സമ്മർദ്ദം ഉണ്ടാവാൻ തന്നെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവരുടെ കയ്യിലാണ് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം ഉള്ളത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം അതുമായി ബന്ധപ്പെട്ട അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് തങ്ങൾക്കെതിരായി വന്നിട്ടുള്ള അഭിപ്രായത്തെ, തങ്ങളുടെ ചെയ്തികൾ, നേരത്തെ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം തെറ്റായ കാര്യങ്ങൾ, അത് പുനരാവിഷ്കരിച്ച ഈ ചിത്രത്തെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇവർക്കുള്ളത്. ഇവർക്ക് ഏറ്റവും പ്രകോപനം ഉണ്ടാക്കിയത് എന്താണ്? ആ സിനിമയിൽ ഞങ്ങൾക്കും വിമർശനമുണ്ട്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് ഞങ്ങൾക്ക് പറയാം, നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത് വിയോജിപ്പ് പറയാറില്ലല്ലോ. ഇവർക്ക് ഗുജറാത്ത് കലാപം, യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപം നമുക്കറിയാം അത്രമാത്രം നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ചരിത്രമാണെന്ന്. അപ്പോൾ ആ ചരിത്രം ഇപ്പോൾ ഓർമ്മിപ്പിക്കുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ ചരിത്രം ഓർമ്മിപ്പിച്ചു, അത് ഒരു കാരണവശാലും ഇവർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒന്നാണ്. അപ്പോൾ ഗുജറാത്തിൻ്റെ ആ ചരിത്രം ഓർമ്മിപ്പിച്ചതിൻ്റെ പകപോക്കൽ അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അഭിപ്രായം പറയുന്ന ഒരു കാര്യമായിട്ട് ലളിതവൽക്കരിക്കാൻ വേണ്ടി കഴിയുക? ഇതങ്ങനെ ലളിതവൽക്കരിച്ച് പോകാൻ വേണ്ടി കഴിയുന്ന ഒന്നേയല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനേറ്റ കളങ്കമായിട്ട് തന്നെ ഇത് കാണണം. നമ്മളെല്ലാ ഘട്ടത്തിലും പുലർത്തിപ്പോകുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നേരെ നടന്നുകൊണ്ടിരിക്കുന്ന കൊടിയ കടന്നാക്രമണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. സംഘപരിവാർ വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ്. അങ്ങേയറ്റം മോഹൻലാലിനെ പോലെയുള്ള ഒരു നടനെതിരായിട്ട് എത്രമാത്രം മോശം ഭാഷയിലാണ് ഈ സംഘപരിവാർ പ്രൊഫൈലിൽ നിന്നും എഴുത്തുകൾ വന്നിട്ടുള്ളത്. പൃഥ്വിരാജിനെ കുറിച്ച് എന്താണ് യുവമോർച്ചയുടെ നേതാവൊക്കെ എഴുതിയത്? ഇതൊക്കെ കേരളത്തിലെ ആളുകൾ കാണുകയല്ലേ എത്രമാത്രം സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ യുവമോർച്ചയുടെ നേതാവൊക്കെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ BJP ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ അത്തരം നിലപാടുകളോട് യോജിക്കുന്നുണ്ടെന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം പൃഥ്വിരാജിനെ ഈ നാട് കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. മോഹൻലാലിനെ കാണാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? അപ്പോൾ മോഹൻലാലായാലും പൃഥ്വിരാജായാലും അതെല്ലാം മലയാളികളുടെ സ്വത്താണ്. മലയാളികൾ നെഞ്ചേറ്റിയിട്ടുള്ള നടന്മാരാണ്. അപ്പോൾ ആ നടന്മാർക്ക് നേരെ ഇത്രമാത്രം അവഹേളനപരമായ പരാമർശങ്ങൾ തുടർച്ചയായി ഉണ്ടാവുന്ന ഘട്ടത്തിലും BJPയുടെ സംസ്ഥാന നേതൃത്വവും എല്ലാം അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ RSSൻ്റെ അതിൻ്റെ അഖിലേന്ത്യാ തലത്തിലുള്ള മാസിക തന്നെ അവരുടെ മറ്റ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന, അവരുടെ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന, കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓർഗനൈസർ തന്നെ ഇതിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ RSSൻ്റെ തന്നെ ഔദ്യോഗികമായ അഭിപ്രായമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അപ്പോൾ RSS തന്നെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടാണ് രാജ്യത്തുടനീളം ഇതിനെതിരായിട്ടുള്ളൊരു നീക്കം നടന്നിട്ടുള്ളത്. RSSൻ്റെ സമ്മർദ്ദമാണ് സെൻസർ ബോർഡിൽ ഉണ്ടായിട്ടുള്ളത്. RSS ആണ് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവർ ഭരണകൂടത്തിൻ്റെ ഈ സംവിധാനത്തെ ആകെ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. യെസ്.